തിരുവനന്തപുരം സബ് കോടതി ഇന്നലെ വിധി പ്രഖ്യാപിച്ചു. അത് സ്റ്റേ ചെയ്തു. അതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. ഇവിടെ നമ്മുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തിരിക്കുകയാണ്. ശ്രീമാൻ സുധാകരൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയും, ആളുകളെ പരിചയപ്പെടുത്തും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി, INTC അഫിലിയേറ്റഡ് യൂണിയനായ കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. INTC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 20/12/2025 ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ് ഞാൻ സബ് കോടതിയിൽ ഫയൽ ചെയ്തു. സബ് കോടതിയിൽ ഫയൽ ചെയ്ത കേസ് സംബന്ധിച്ച് ഇന്നലെ ഒരു താൽക്കാലിക ഉത്തരവുണ്ടായിട്ടുണ്ട്. 23-ാം തീയതി വരെ യാതൊരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ലെന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രോസസ്സുകൾ ഒന്നും നടത്താൻ പാടില്ല. പ്രോസസ്സ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ കേസിന് പോയത് കാരണം 2026 അഖിലേന്ത്യാ പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തണം. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം. കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ അവർ വീണ്ടും തുടങ്ങുമ്പോൾ തന്നെ അത് നടത്തുവാനുള്ള അധികാരം അവർക്കില്ല എന്നാണ് കോടതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അധികാരമില്ലെന്ന് പറയാൻ കാരണം 2022 നടത്തിയ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ പ്രസിഡന്റ് സ്ഥാനം, R ചന്ദ്രശേഖരൻ പ്രസിഡന്റായുള്ള സ്ഥാനം അനൗൺസ് ചെയ്യാൻ പാടില്ല എന്ന് എറണാകുളം മുനിസിപ്പൽ കോർട്ട് ഉത്തരവ് നിലനിൽക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ വീണ്ടും പ്രസിഡന്റായി തുടർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കേന്ദ്ര INTC ഭരണഘടന അനുസരിച്ച് നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ മുൻ പ്രസിഡന്റിന് കണ്ടിന്യൂ ചെയ്യാം എന്നൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വകുപ്പ് അനുസരിച്ചാണ് ചന്ദ്രശേഖരൻ താൽക്കാലിക പ്രസിഡന്റായി തുടരുന്നത്. താൽക്കാലിക പ്രസിഡന്റായി തുടരുന്ന ചന്ദ്രശേഖരൻ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അനൗൺസ് ചെയ്യാൻ മഞ്ചേരിയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. പക്ഷെ മഞ്ചേരിയിൽ യോഗം വിളിച്ചു ചേർത്തത് ഈ കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ചന്ദ്രശേഖരനെ പ്രസിഡന്റായി ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് ഒരു യോഗം വിളിച്ചു ചേർത്തത്. അതിനെ നമ്മൾ ഇതേ മുനിസിപ്പൽ കോടതിയിൽ തന്നെ നമ്മൾ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുകയും അത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് വിചാരണ നേരിടാൻ വേണ്ടി ചന്ദ്രശേഖരന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് കോടതി. അതും എറണാകുളം മുനിസിപ്പൽ കോടതിയിലാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കോടതി ഉത്തരവുകളും അനുസരിക്കാത്ത ആളാണ് ചന്ദ്രശേഖരൻ എന്നുള്ളതെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഇനി ഈ വരാൻ പോകുന്ന 19-ാം തീയതി നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി, കാരണം കശുവണ്ടി അഴിമതി കേസിൽ 19-ാം തീയതി വീണ്ടും ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ സാറിന്റെ ഹൈക്കോടതി ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ചിൽ 19-ാം തീയതി വീണ്ടും കശുവണ്ടി അഴിമതി കേസിൽ സംബന്ധിച്ച് കേസ് വരുന്നുണ്ട്. അന്നും നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇതേ കശുവണ്ടി അഴിമതി കേസ് എന്ന് പറയുന്നത് ഹൈക്കോടതി ശരിവെച്ചു, CBIയുടെ അന്വേഷണത്തെ ശരിവെച്ചു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചന്ദ്രശേഖരനും മറ്റുള്ള പ്രതികളും കൂടി ചേർന്ന് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അവരുടെ കേസ് തള്ളുകയും ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിയാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് തിരിച്ചു വന്നിട്ട് വരെ പ്രോസിക്യൂഷൻ നടപടിക്ക് ഉള്ള അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ കേരള സർക്കാർ ഇതുവരെ അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ് INTC സെക്രട്ടറി ഇപ്പം കേസിനകത്ത് നിൽക്കുന്നത്. 19-ാം തീയതി അതിന്റെ വിധി പറയുകയും ചെയ്യും. നിലവിലുള്ള നിയമങ്ങളൊന്നും പാലിക്കത്തില്ല എന്നുള്ളതിന് തെളിവാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിഞ്ഞു, നാഷണൽ ഹൈവേയിൽ ഇറക്കി വെച്ച് കെട്ടി നിയമവിരുദ്ധമായി കെട്ടിയത് പൊളിക്കാനായിട്ട് ഓംബുഡ്സ്മാൻ ഉത്തരവിട്ട് ഒരു കാരണവശാലും പൊളിക്കില്ല. അവസാനം ഓംബുഡ്സ്മാൻ എന്താ ഉത്തരവിട്ടത്? ഓംബുഡ്സ്മാൻ പറഞ്ഞ് ഇതിന്റെ ചീഫ് എഞ്ചിനീയറും കോർപ്പറേഷൻ സെക്രട്ടറിയും വരുന്ന 15 ദിവസത്തിനകത്ത് കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ ശമ്പളം ഞാൻ കട്ട് ചെയ്യുന്ന ഉത്തരവ് ഇറക്കിയതിനു ശേഷമാണ് അത് പൊളിക്കാനായിട്ടെങ്കിലും കുറച്ചെങ്കിലും ഒരു തീരുമാനം എടുത്തത്. അതിന്റെ പേരിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നിലനിൽക്കെ തന്നെയാണ് ഈ കെട്ടിടം പൊളിക്കുന്നതിനും വേണ്ടി 15 ലക്ഷം രൂപ പിരിച്ചു വന്നത്. സാധാരണ വസ്തു വാങ്ങിക്കുന്നതിന്
കെട്ടിടം പണിയുന്നതിനൊക്കെ സാധാരണ പൈസ പിരിക്കാറുണ്ട്. പക്ഷെ കെട്ടിടം പൊളിക്കുന്നതിന് പൈസ പിരിച്ച ഒരേ ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് ഈ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18.5 കോടി രൂപ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി അഫിലിയേഷൻ ഫീസ് ഇനത്തിൽ പിരിച്ച 18.5 കോടി രൂപ അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യരേ അല്ല എന്നുള്ളതാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒന്നാമത്തെ വാദം. അതുകൂടാതെ കേന്ദ്ര കമ്മിറ്റിക്ക് അഫിലിയേഷൻ ഫീസായി മറ്റുള്ള യൂണിയനിൽ നിന്ന് പിരിച്ച 1,81,00,000 രൂപ അടയ്ക്കാനുണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ട നോട്ടിനകത്ത് ദേശീയ എക്സിക്യൂട്ടീവിനകത്ത് പ്രസന്റ് ചെയ്ത അജണ്ട നോട്ടിനകത്ത് തന്നെ അടിച്ചു വന്നിട്ടുണ്ട്. 1,81,00,000 രൂപ ഇവിടുത്തെ ഫീസ് പിരിച്ച പൈസ അവിടെ അടച്ചിട്ടില്ലായിരുന്നു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ, അതുപോലെ നിരവധി പരാതികൾ സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ പ്രമുഖരായ നേതാക്കളെല്ലാം സുരേഷ് ബാബു, തമ്പാനൂർ രവി, വർക്കല കഹാർ അവരെല്ലാം ഞങ്ങളുടെ യൂണിയന്റെ ഈ പറയുന്ന സമിതിയുടെ രക്ഷാധികാരികളാണ്. ആ രക്ഷാധികാരികൾ ശരചന്ദ്ര പ്രസാദ്, തമ്പാനൂർ രവി, വർക്കല കഹാർ, അഡ്വക്കേറ്റ് ജി സുബോധൻ, കുഞ്ഞില്ലമ്പള്ളി, KP ഹരിദാസ് തുടങ്ങിയവരെല്ലാം ഇതിന്റെ രക്ഷാധികാരികളാണ് ഞങ്ങളുടെ ഈ സമിതിയുടെ. ഞങ്ങൾ ഈ സമിതിയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റ് വാദമുഖങ്ങൾ എന്ന് പറയുന്നത് ഇവര് നിലവിൽ ഈ ഒരു അംഗങ്ങളല്ല എന്നുള്ളതാണ്. INTUCയുടെ കേന്ദ്ര സംസ്ഥാന നിയമാവലി അനുസരിച്ച് ഇവർ പണം അടയ്ക്കാത്തതിന്റെ പേരിൽ ഇവരുടെ അംഗത്വം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മത്സരിക്കാൻ കഴിയാത്തവരാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെറിയ 2 ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു യൂണിയനില്ല 1,92,000 മെമ്പർഷിപ്പാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ബോഗസ് മെമ്പർഷിപ്പായി ചേർത്തത്. ഞങ്ങൾ കോടതിയിൽ ഒപ്പി കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ വിവരാവകാശം വെച്ച് ഞങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തതാണ്. ഈ കണക്ക് അടച്ചിരിക്കുന്ന 241 പേരുടെ പൈസയാണ്. 241 പേരുടെ പൈസ. അപ്പൊ 241 പേരുടെ പൈസ അവിടെ അടയ്ക്കുകയും ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്ന ആനുവൽ റിട്ടേണിനകത്ത് 1,92,000 കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അതിലൂടെ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെരണിയൽ കോൺട്രാക്ട് എംപ്ലോയീസ് കോൺഗ്രസ് എന്ന് പറയുന്ന അടക്കമുള്ള 20ഓളം ചന്ദ്രശേഖര പ്രസിഡന്റ് ആയിരിക്കുന്ന യൂണിയനിൽ നിന്നും പണം അടയ്ക്കാത്തതിന്റെ പേരിലാണ് ഈ 18 കോടി രൂപ ഇതിനകത്ത് ഇവിടെ തിരിമറി നടത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ സഞ്ജീവ് റെഡ്ഡിക്ക് നൽകിയ പരാതികൾ മുഴുവൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിന്റെ എല്ലാ രേഖകളും, കോടതി ഉത്തരവുകളും, ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോടതി കേസുകളുടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഈ കോടതിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്ത ഭാഗമായിട്ടാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്. 23-ാം തീയതി കേസ് വെച്ചിട്ടുണ്ട്. അതുവരെ ഒരു ഇലക്ഷൻ പ്രോസസ് അവരിവിടെ പണം പിരിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കേസിന് പോയത്. കാരണം പണം പിരിക്കാൻ ഒരു റൈറ്റും ഇല്ലാത്തവരാണ് ഇതിനു വേണ്ടി പണം പിരിവ് നടത്തിയത്. ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ 23-ാം തീയതി കഴിഞ്ഞാലും ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം പണാപഹരണമാണ് പ്രധാന കാരണം. പണാപഹരണത്തിന്റെ പേരിൽ കൈക്കൂലി വാങ്ങിച്ചതിന്റെ പേരിൽ 500 കോടി. പിന്നെ ഈ യൂണിയനില് സ്വന്തം INTUC യൂണിയനിൽ ഇവിടെ ഈ സ്റ്റേറ്റിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചതിൽ നിന്ന് 18.5 കോടി രൂപ വെട്ടിച്ചു. കൂടാതെ മറ്റനേകം യൂണിയനുകളുടെ കോടിക്കണക്കിന് രൂപ അപഹരിച്ചു. സ്വന്തം പ്രസ്ഥാനത്തിന്റെ കഴുത്തിന് കത്തിവെച്ച ഇത്തരം ആളുകളെ INTUCയുടെ തത്വം അനുസരിച്ച് ഇതിൽ തുടരാൻ അനുവദിക്കുന്നതല്ല. അവർക്ക് അതിൽ 8 നേതാക്കന്മാർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും അവകാശമില്ലാത്ത രീതിയിലാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കാരണം പണാപഹരണത്തിന്റെ റെക്കോർഡ് തിരുത്താൻ ആര് വിചാരിച്ചാലും കഴിയില്ല. മാത്രമല്ല അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഈ കാര്യത്തിന് കേസ് ഫയൽ ചെയ്യണം എന്ന് എന്നോടും സുധാകരനോടും ആന്ധ്രാപ്രദേശിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിന് വളരെ ദൂരവ്യാപകമായ റിസൾട്ട് ഉണ്ടാവും, ശിക്ഷയുണ്ടാവും, ആ പണം ഈടാക്കാനുള്ള നടപടി ഉണ്ടാവും. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ 500 കോടി സുപ്രീം കോടതി വിധിച്ചു, ഹൈക്കോടതി വിധിച്ചു, കീഴ്ക്കോടതി വിധിച്ചു. ഞങ്ങൾ
അതിന് പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് കോടതി പറഞ്ഞു. പ്രോസിക്യൂട്ട് ചെയ്യൂല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. പണാപകരണം നടത്തിയവനെ പ്രോസിക്യൂട്ട് ചെയ്യില്ലെന്ന്. നിങ്ങളിത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ we have already submitted substantial legal important records before the court.